പിന്നെ കൈസ് മോനെ നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ. നീ ഏത് ഹോസ്പിറ്റൽ, മലപ്പുറം ഏത് ഹോസ്പിറ്റലാണെങ്കിലും നിന്നെ ആ കാര്യങ്ങളെ നീ ഒരാളിനെ ഇതാക്കിയിട്ട് ഇപ്പുറത്ത് കൂടെ വന്ന് അടിക്കാൻ വന്നപ്പോ അപ്പുറത്ത് കൂടെ ഓടിയവനല്ലടാ കൈസേ നീ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ഷാജിദ ഷാജി തന്നെയാണ് കേട്ടോ. ഷാജിദ ഷാജി ഇങ്ങനെ ഓരോ ദിവസം ലൈവിൽ വന്നിട്ട് ലൈവിൽ ആളെ കൂട്ടാനായിട്ട് ഓരോരുത്തരെ അങ്ങ് വെല്ലുവിളിക്കും കേട്ടോ. അതാണ് ഷാജിദ ഷാജിയുടെ തന്ത്രം. ലക്ഷ്യമല്ല, തന്ത്രം. ഇതിന് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, റീച്ച്. നിങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കുമല്ലോ ഷാജിദ ഷാജി ബിസിനസ് ഒക്കെ തുടങ്ങിയതൊക്കെ അല്ലേ, വൈറ്റനിങ് ക്രീമിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റനിങ് ക്രീമൊക്കെ നമ്മൾ ഒരു പ്രോഡക്റ്റൊക്കെ പുറത്തിറക്കണം എന്നെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേരണം, നമ്മുടെ സ്കിന്നിൽ അത് എത്രമാത്രം എഫക്റ്റ് ചെയ്യും, നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ അതൊക്കെ ക്ലിനിക്കലി ടെസ്റ്റ് ആണോ എന്നൊക്കെ അറിയാതെ അത് വാങ്ങി ഉപയോഗിക്കുന്നവരെ നമ്മൾ അത്രയും അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിലൂടെയുള്ള ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ നല്ലൊരു ബിസിനസ് തുടങ്ങി അതൊന്ന് റീച്ച് ആക്കണം, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ നല്ല വ്യൂസ് ഇടണം. അതായത് ലൈവിലൂടെ ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്ന കാണുമ്പോഴത്തേക്കിന് സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കര സന്തോഷം. അത് അവരെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, അല്ലാത്തൊരു കാര്യമില്ല. അപ്പം ഇവരുടെ വീഡിയോസ് വരുമ്പോൾ ഇന്ന് ഇനി ആരെയാണ് തെറി വിളിക്കുന്നത് അത് കാണാനായിട്ട്. ഇപ്പം നിങ്ങൾ ലൈവൊക്കെ കണ്ടറിയാൻ പറ്റുമായിരിക്കും. ഞാനൊക്കെ ലൈവ് ചെയ്യുന്ന ആളാണ്, നമ്മൾ ലൈവൊക്കെ വരുന്നതാണ്. പക്ഷെ നമുക്കൊക്കെ ഉള്ളാവുന്ന മാക്സിമം വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമിൽ അറ്റ് എ മൊമെൻറ്റ് ആ ഒരു ടൈമിലൊക്കെ നമുക്കൊരു 10 പേര് അല്ലെങ്കിൽ കൂടിപ്പോയി 8 പേര് അത്രയും വരെയൊക്കെയാണ് നമ്മുടെ ഒരു ടൈമിൻ്റെ മുകളിൽ നമുക്ക് കാണിക്കുന്ന വ്യൂസ് കാണിക്കുന്നത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1K അത്രയൊക്കെ വരുമായിരിക്കും. അത് ഇപ്പോഴങ്ങനെയാണ് വരുന്നത്. മുമ്പൊക്കെയാണ് 200, 300 അത്രയും വ്യൂസൊക്കെ കാണുള്ളൂ. പക്ഷേ ഷാജിദ ഷാജിയുടെ വ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലൈവിൽ കയറി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും 1 പോയിൻറ്റ് സംതിങ് ഒക്കെയാണ് ഒരു ടൈമിൽ, ആ ഒരു സെക്കൻഡിൽ അവിടെ നിൽക്കുന്ന അത്ര ആളുകളുണ്ട്. നല്ല ഒരുപാട് വ്യൂസൊക്കെ ഉണ്ട്. കാര്യം എന്താണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അതായത് ഷാജിദ ഷാജി ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഈ ആളുകളെ കുറ്റം പറയുന്ന ഒരു വിധപ്പെട്ട ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ കാര്യം കൊണ്ടാണ് ഷാജിദ ഷാജി ഇങ്ങനെ ലൈവിലൊന്നും ഓരോരുത്തരെ ഇങ്ങനെ തെറി വിളിക്കുന്നത്. ഇന്ന് ഷാജിദ ഷാജി ആരെയാണ് തെറി വിളിക്കുന്നതെന്നും വെല്ലു വിളിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണാം. എന്നിട്ട് ഈ വെല്ലു വിളിച്ച ആൾ തിരിച്ച് പ്രതികരിക്കുമല്ലോ അല്ലേ. ഇപ്പം നമ്മളൊരാൾ ഒരു ആവശ്യമില്ലാതെ കുറ്റം പറയുമ്പോൾ നമ്മൾ തിരിച്ചതിനെ പ്രതികരിക്കുമല്ലോ. അയാളുടെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതികരണ വീഡിയോയും നമുക്ക് കാണാം. ഇപ്പോൾ ഷാജിദ ഷാജി എന്താണ് വെല്ലു വിളിക്കുന്നതെന്നും ഷാജിദ ഷാജി എന്താണ് ചെയ്തതെന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം ഈ വീഡിയോയുടെ ജസ്റ്റ് ഒരു ഭാഗം കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഇട്ടങ്ങടെ അഴിക്കണെങ്കിൽ നിന്റെ കാരണം അടിച്ചു പോകാൻ എനിക്ക് അറിയടാ. ഞാൻ വേറെ ആരും വേണ്ട, ഞാൻ എന്നെ മതി നിന്റെ കരണം അടിച്ചു പൊളിക്കാൻ. ഞാൻ എന്നെ അവിടെ വരും, നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടി. കൈസല്ലേ കൈസല്ലേന്ന് കൈസ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോ. സ്റ്റേഷനിൽ വിളിക്കാണേ. എവിടുന്നായിരുന്നു? സ്റ്റേഷനിൽ നിന്ന് വിളിക്കാണ്, പാലക്കാട് സ്റ്റേഷനിൽ. പറഞ്ഞോളൂ. കൈസ ആണോ? കൈസ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ? ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവരോട് കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതിയോ? യൂട്യൂബ് ചാനലിന്റെ കൈസ ഇറ്റ്സ് മീ കൈസ എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ്. 4 ലക്ഷം സബ്സ്ക്രൈബർ. പെൺകുട്ടികളെ അപമര്യാദയായിട്ട് 4 വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരണോന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ട് ഒന്ന് പറയണേ. കോൺടാക്ട് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. എങ്ങോട്ടാന്ന് വെച്ചാൽ പോരും മോളെ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിലാണെന്നും പറഞ്ഞ് ഫോൺ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ശബ്ദം മാറ്റി വിളിക്കാനോ അതല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കാനോ നോക്കണമായിരുന്നു. ഇത് സ്വന്തം ശബ്ദത്തിൽ തന്നെ വിളിച്ചേക്കുവാണ്, പോലീസ് സ്റ്റേഷനിലാണെന്നും പറഞ്ഞിട്ട്. നിന്റെ ശബ്ദം ഇവിടെ എല്ലാവർക്കും ഫെമിലിയർ ആണെന്നുള്ളൊരു ബോധമെങ്കിലും നിനക്ക് വേണ്ട ഷാജിദ. പിന്നെ ഷാജിദ അറിയാൻ വേണ്ടി ചില കാര്യങ്ങളും കൂടി നിങ്ങൾ കണ്ടല്ലോ, വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. കാര്യം നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ഷാജിദ ഷാജി പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ യൂട്യൂബറിനെ വിളിച്ചിരിക്കുന്നത്. യൂട്യൂബറിനെ കിട്ടിയില്ല. യൂട്യൂബറിൻ്റെ ഇറ്റ്സ് മീ കൈസ്, അതായത് കൈസിൻ്റെ സ്ഥാപനത്തിലേക്കാണ് വിളിച്ചത്. അപ്പോൾ കൈസ് പറയുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ നമ്പർ ആരാ കൊടുത്തതെന്ന് കൈസിന് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇത് രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ആദ്യമേ വിളിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ്, ഇന്നയാളവിടെ ഉണ്ടോ, അതിട്ട് ഇന്നതാണ് കുറ്റം എന്നൊക്കെ പറയുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പോലീസ് വിളിച്ച് പരിചയമൊന്നുമില്ല. എന്നാലും ഒരു കോമൺ സെൻസ് വേണ്ടേ ഷാജിദ? ആദ്യമേ ഈ കൈസ് പറയുന്നത് പോലെ തന്നെ ഒന്നെങ്കിൽ വേറൊരാളെ കൊണ്ട് വിളിപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ പോലീസ് സൗണ്ട് ഒന്ന് മാറ്റണമായിരുന്നു. ഇപ്പം നമ്മുടെ ഫോണിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ പല പല വോയിസിലൊക്കെ മാറ്റാനായിട്ടൊക്കെ. അതൊന്നും ചെയ്യാതെ
ഇത്ര ഫെമിലിയർ ആയിട്ടുള്ള, അതായത് ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബിൽ ഫെമിലിയർ ആണ്. 2 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള, അതായത് ഒരുപാട് യൂട്യൂബ് പ്രൊമോഷൻസ് കൊടുക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ആ ചാനലിൻ്റെ ഉടമയുടെ സൗണ്ട് ഫെമിലിയർ ആയിരിക്കും. അതുപോലെ ഓരോ സൈഡിലെ സ്ലാങ്, ഇപ്പോൾ പാലക്കാട് സൈഡിലെ സ്ലാങ്, ഓരോ സൈഡിൽ സ്ലാങ് ഉണ്ട്. അപ്പം അതിനും വ്യത്യാസമുണ്ട്. ഇങ്ങനൊരു വ്യക്തി ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച്, പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് ഒരു റിഹേഴ്സലൊക്കെ ചെയ്യണമായിരുന്നു അല്ലേ. പിന്നെ എന്തായാലും ബാക്കി നമുക്ക് കേസ് പറയുന്ന കുറച്ച് കാര്യങ്ങളോട് കേട്ടിട്ട് വരാം. പിന്നെ ഷാജിദ് അറിയാൻ വേണ്ടി ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരാൾക്കെതിരെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാണെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കോ മറ്റോ ആദ്യം വിളിക്കത്തില്ല. ആദ്യം പരാതി ലഭിച്ച വ്യക്തിയുടെ ഫോൺ നമ്പർ പോലീസ് ട്രേസ് ചെയ്തെടുത്തിട്ട് ആ വ്യക്തിയുടെ നമ്പറിലേക്കായിരിക്കും വിളിക്കുക. എന്നിട്ട് ആ വ്യക്തി ഫോൺ എടുക്കാതിരുന്നാൽ മാത്രമേ പോലീസ് മറ്റുള്ള വഴികൾ തേടത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ആദ്യം വിളിക്കുമ്പോൾ ഒരിക്കലും ഒരു പോലീസുകാരനും ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയത്തില്ല. നേരെ ആദ്യം സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്യുക. അതിനൊരു കാലയളവും കൊടുത്തു. പറഞ്ഞ കാലയളവിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ആകാതിരുന്നാൽ മാത്രമേ പോലീസുകാർ അങ്ങോട്ട് വരത്തുള്ളൂ. ഇതൊന്നും അറിയാതെയാണ് ഷാജിദ് ഒരു സ്ഥാപനത്തിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞ് വിളിക്കാൻ നിൽക്കുന്നത്. എന്താണ് ഞാനിതിനൊക്കെ പറയാം. എന്നിട്ട് ഇതെല്ലാം കാണിച്ചു കൂട്ടിട്ട് ഇന്നലെ രാത്രി ലൈവിൽ വന്നിരുന്നു കണ്ടിട്ട് അതിനെ കുറിച്ച് നട്ടാൽ മുളയ്ക്കാത്ത കുറെ നുണകളും പറഞ്ഞ് പ്രചരിപ്പിച്ചു കേട്ടോ. കൈസ് മോനെ, നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ. നീ ഏത് ഹോസ്പിറ്റൽ, മലപ്പുറം ഏത് ഹോസ്പിറ്റലാണെങ്കിലും നിന്നെ ആ കാര്യങ്ങളെ നീ ഒരാളിനെ ഇതാക്കിയിട്ട് ഇപ്പുറത്ത് കൂടെ വന്ന് അടിക്കാൻ വന്നപ്പോ അപ്പുറത്ത് കൂടെ ഓടിയവനല്ലടാ കൈസേ. നീ എന്തിനാടാ കൈസ ഇങ്ങനെ നാറിയ പണിക്ക് നിൽക്കുന്നത്? പെണ്ണുങ്ങളെ പറഞ്ഞ് തിന്നും ചെയ്യാ. ആ പെണ്ണുങ്ങളുടെ കെട്ടിയവന്മാർ അടിക്കാൻ വന്ന നീ ഹോസ്പിറ്റലിലെ ബാക്ക് കൂടെ ഓടിയവനല്ലടാ. എല്ലാ കഥകളും അറിഞ്ഞിട്ടാണ്. അത് ശരി, ഞാൻ പോലും അറിയാത്ത കഥകൾ നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളൊരു മഹാസംഭവം തന്നെ ഷാജിദ. ഒരാളോട് ഇങ്ങനെ വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് കരുതി അയാളെ കുറിച്ച് ഇങ്ങനെ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പബ്ലിക്കിന് ഇങ്ങനെ പറഞ്ഞ് പരത്തണ ഷാജിദ. അതൊക്കെ മോശമല്ലേ ഇമാതിരി ഊള പരിപാടിയൊക്കെ കാണിക്കുന്നത്? നിന്നെ കുറിച്ച് മുമ്പ് നിന്റെ ഉമ്മ നീ പെരും കള്ളിയാണ്, നീ മറ്റുള്ളവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരവും പറഞ്ഞുണ്ടാക്കാൻ മടിയില്ലാത്തവളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. കാരണം കുറെയൊക്കെ ആ ഉമ്മയുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവർ കൈ നിർത്തിയിട്ടതാണെന്നുള്ളതായിരുന്നു ഞാൻ പകുതി വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നീ എന്നെ കുറിച്ച് ഇല്ലാത്ത പല കാര്യങ്ങളും പബ്ലിക്കിൽ പറഞ്ഞു പരത്തിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ ആരെ കുറിച്ച് എന്ത് കള്ളത്തരവും പറഞ്ഞുണ്ടാക്കാൻ മടിയില്ലാത്തവളാണ് എന്ന്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരാളെ കുറിച്ച് എന്ത് ഫേക്ക് അലിഗേഷനും അടിച്ചെടുക്കാൻ മടിയില്ലാത്തവളാണ് എന്ന്. അത് നീ തന്നെ ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കണ്ടല്ലോ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് എന്താണ് തോന്നുന്നത്? അതായത് ഡെയിലി ഓരോരുത്തരെ കുറിച്ച്, ഇപ്പം 2 ദിവസം മുമ്പായിട്ട് ഉമ്മായെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റേ ഇടയ്ക്ക് വെച്ചിട്ട് മാസ്റ്റർ മൈൻഡ് മനുവിൻ്റെ ചാനൽ, പിന്നെ ഇറ്റ്സ് മീ കൈസ്, സഫീന ബിവി, ഓരോ ചാനലുകാർ. ഇപ്പം എൻ്റെ ചാനൽ ഇതുവരെ അദ്ദേഹം കണ്ടിട്ടില്ല, ഷാജിദ കണ്ടിട്ടില്ല. കാണുവാണെങ്കിൽ പിന്നെ നാളെ മുതൽ എൻ്റെ ചാനൽ വരും. എൻ്റെ ചാനൽ പേര് രുദ്രാർദ്ര 2021 എന്നാണ്. ഷാജിദ തെറ്റി പറയരുത്, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ ഞാൻ ഷാജിദയെ വേറൊരു രീതിയിലും അപമാനിച്ചിട്ടൊന്നുമില്ല. അപ്പം ഷാജിദ ഏതൊക്കെ രീതിയിൽ വർത്തമാനം പറയും എന്നുള്ളത് കൊണ്ട് നേരത്തെ മുൻകൂട്ടി അങ്ങ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ വീഡിയോസ് ഫുള്ള് കണ്ടതിന് ശേഷം മാത്രമേ എന്നെ വിമർശിക്കാനായിട്ട് വരാവൂ. ഷാജിദ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. സിമ്പതി മൂലം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എന്തായാലും എനിക്ക് 2-3 കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നീ എന്തിനാ അവളെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഏത് വീഡിയോയിലാണ് ഷാജിദയെ ഉപദ്രവിച്ചതെന്ന് ഈ കമൻ്റ് ഇട്ട വ്യക്തികൾ ഇത് കാണുവാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാനൊന്ന്, പക്ഷെ വീണ്ടും ഞാൻ തന്നെ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇപ്പം ഷാജിദ പറഞ്ഞ അതേ വോയിസും തിരിച്ച് റിപ്ലൈ വീഡിയോയും മാത്രമാണ് ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഞാനായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും ഷാജിദ കുറച്ച് ഭാഗം കൂടെ ഉണ്ട്, നമുക്ക് കണ്ടിട്ട് വരാം. നീ മറ്റേ വല്ലാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതല്ലടാ, അണ്ണാക്കിൽ എനിക്ക് തന്നതല്ലടാ കൈസേ. അപ്പൊ ഇന്ന് ഞാൻ നിന്നെ വിളിച്ചില്ലടാ മോനെ, നിന്റെ മുതലാളിനെ വിളിച്ചില്ലടാ, എല്ലാവരും ഞാൻ വിളിച്ച് സംസാരിച്ചില്ലടാ. അപ്പൊ ആ മുതലാളി അറിയാ പാവ, ആ മനുഷ്യൻ പറയാ, മാനേജർ പറയാണ് അവനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, 4 വർഷമായിട്ട് അവൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് എനിക്കറിയാം, പക്ഷെ അവൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളെ എന്നാണ് അവര് പറഞ്ഞത്. അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ അവൻ വന്നിട്ട് ചോദിക്കാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേസ് നീ എന്താ ആണുങ്ങളെ പോലെ നിക്കടാ, എന്തിനാ തല്ലാൻ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാണോ മോനെ ഓടുന്നത്? അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നിന്റെ അടുത്തേക്ക് വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൈസേ. ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒറ്റയ്ക്കല്ല വരിക മോനെ കൈസേ, ഷാജിദ ഒറ്റയ്ക്കല്ല വരണത്. അതുകൊണ്ട് ഷാജിദ പറഞ്ഞു കണ്ട് തരാം. ഓക്കെ മോനെ കൈസേ, നീ ഏത് ഹോസ്പിറ്റലല്ല കേട്ടോ, ഒരു സംഭവം ക്ലിനിക്ക്. അതിന്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട്, ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും. ഓക്കെ, എൻ്റെ ഫോൺ കോളിലൂടെ എത്തുള്ളൂ, ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും.
എന്നിട്ട് എൻ്റെ വിശദമായിട്ടുള്ള കഥകൾ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് തരാം മോനെ. നീ അങ്ങോട്ട് വീഡിയോസ് അങ്ങോട്ട് തള്ളു. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ പ്രത്യേകിച്ച് എന്താണ് അതിലെന്ന് പറയണ്ട. ഇതിൽ 2 ദിവസം മുന്നേ വേറൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൈസിൻ്റെ തന്നെ. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഷാജിദയുടെ ഉണ്ടായിരുന്നു ലൈവിൽ. അതിൽ ഷാജിദ നിന്നെ ഞാൻ കണ്ടുപിടിച്ചേട്ടാ ആണുങ്ങളോട് കളിയുടെ, ആണുങ്ങളെ പോലെ കളിയുടെ. അപ്പം ഷാജിദ പെണ്ണും കൈസാണോ ഇല്ലേ? അപ്പോൾ അതിനൊക്കെ ചെറിയൊരു രീതി വേണം. നമ്മൾ ഡാ 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 എന്നാണ് വിളിക്കുന്നത്. പക്ഷെ എന്നാൽ തിരിച്ച് കൈസ് മറുപടി കൊടുത്ത സമയത്ത് ഒരിടത്തും ഡി എന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും അഭിസംബോധന ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഷാജിദയുടെ മക്കളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള തെറ്റായ രീതിയിലും കൈസ് പറയുന്നില്ല. ഷാജിദയോട് പറയുന്നുണ്ട്, ഷാജിദ എൻ്റെ വീട്ടിലോട്ട് വരും, നിൻ്റെ വീട് ഞാൻ എവിടെ ആയാലും കണ്ടുപിടിച്ച് വരും എന്നൊക്കെ പറയും. അപ്പോൾ ഷാജിദ വരുന്നത് നല്ലതാണ്, എൻ്റെ വീട്ടിലൊന്നും തെറി വിളിക്കാതെ മാന്യമായി വരുവാണെങ്കിൽ എൻ്റെ ഉമ്മ ആയാലും ഭാര്യ ആയാലും എല്ലാവരെയും മര്യാദയ്ക്ക് സ്വീകരിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ മാന്യമായ രീതി തന്നെയാണ് കൈസ് മറുപടി കൊടുക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് മാനേജറിനെയും വിളിച്ചിട്ട് കൈസിനെ കുറിച്ച് തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഷാജിദ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇപ്പം ഇന്നൊരാളുടെ നമ്പർ കണ്ടുപിടിച്ച് അയാളുടെ അവിടെ വിളിക്കുന്ന ആ ഒരു ഇത് വേണ്ടാലോ. നല്ലൊരു ഫാമിലി വ്ലോഗ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ കണ്ടന്റ് വീഡിയോസ്. അല്ല, ഷാജിദയ്ക്ക് നല്ല നാക്കാണ്, സത്യം പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കാനൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഷാജിദയ്ക്കും വേണമെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുകയോ അങ്ങനെ. എനിക്ക് തോന്നുന്നു ഷാജിദയ്ക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 300K പുറത്ത് പോകും. എനിക്കൊന്ന് 1 million ഒക്കെ അടിക്കും. അത്രയ്ക്ക് വ്യൂവർഷിപ്പ് ഒക്കെ ഉള്ള ഒരു ചാനലാണ്. അപ്പം നല്ലപോലെ യൂട്യൂബിൽ നിന്ന് ഇൻകം ഒക്കെ നേടാൻ പറ്റും. അപ്പം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ ഇങ്ങനെ ഫാമിലിയെയും മറ്റുള്ളവരെയും ഇങ്ങനെ തെറി വിളിച്ച് നമ്മുടെ ഒരു ഇമേജ് അവിടെ സ്പോയിൽ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. മാക്സിമം പോസിറ്റിവിറ്റി, അതായത് നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാനും ഒരുപാട് നല്ല കാര്യങ്ങൾക്കൊക്കെ ഷാജിദ ആളുകൾ സമീപിക്കില്ല. കാര്യം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ ഉള്ള ചാനലല്ലേ. അപ്പം മാക്സിമം എല്ലാവരും നല്ല പേര് സമ്പാദിക്കുക. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷാജിദ അങ്ങ് ഭയങ്കര ഓവറായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി ചെയ്യുക കേട്ടോ. ലൈവ് ആയാലും വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ കാണിക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നതിന് അർത്ഥം. ഈ ആവശ്യമില്ലാത്ത അനാവശ്യ കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് മറ്റേ ഷറഫിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ ഷാജിദയെ കുറിച്ച് ആരൊക്കെ അപമര്യാദ സംസാരിച്ച കാര്യങ്ങളൊക്കെ മക്കളുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കുക. അതായത് ഇവർ വളർന്നു വരുന്ന കുട്ടികളാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് അയ്യോ എൻ്റെ ഉമ്മ ഇത്രയും മോശം, അങ്ങനെ ഒരു തോന്നല കുഞ്ഞുങ്ങൾ വരരുത്. അത് ബാപ്പ ഇല്ലാതെ വളർത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അമ്മയ്ക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടാവണമെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് മാക്സിമം ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. മാക്സിമം നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങി അതിനെയൊക്കെ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നല്ല പ്രൊമോഷൻസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു ബിസിനസ്സൊക്കെ തന്നെയാണ്. പക്ഷെ അതൊന്ന് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ മറ്റു കാര്യം ഒരുപാട് ദൂഷ്യങ്ങൾക്കൊക്കെ വഴിവെക്കും. അതുപോലെ തന്നെ ഷാജിദ അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിക്കാതെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പിന്നെ അങ്ങോട്ട് ഒരാളെ വെല്ലുവിളിക്കുന്നു, തിരിച്ച് ഇങ്ങോട്ടൊരു റിപ്ലൈ വീഡിയോ. എന്തിനാണ് ഇങ്ങനെ സ്വന്തം ഇമേജ് സ്പോയിലായി കളയുന്നത്? അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്കിനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കാം. നാളെ പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.